ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ദഹിപൂരി ഉണ്ടാക്കുന്നത്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെയാണ് ദഹിപൂരി ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വാളംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്ന് കുരുവെല്ലാം കളഞ്ഞൊരു മിക്സിങ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു അരക്കപ്പ് വെള്ളം എടുത്തു. പിന്നെ ഒരു പിഞ്ച് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിങ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളച്ച് വറ്റിച്ചെടുക്കണം. ഇത് നമ്മൾ സ്വീറ്റ് ചട്നിയിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇതൊന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് ഇതൊന്ന് വറ്റി നന്നായി കുറുകി വരണം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാണ് സ്വീറ്റ് ചട്നി. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് പുതിനയില, മല്ലിയില ഒരു പിടി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു 4-5 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അരമുറി ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ തന്നെ അടിച്ചെടുക്കാം. നാരങ്ങയ്ക്ക് പകരം തൈരാണെങ്കിലും ചേർക്കാം. നെക്സ്റ്റ് ഒരു പൊട്ടറ്റോൻ്റെ മിക്സാണ്. അതിനായിട്ട് പൊട്ടറ്റോ നന്നായി പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതേപോലെ തന്നെ കുരുമുളക് പൊടി, ജീരകപ്പൊടി, അതുപോലെ ചാറ്റ് മസാല 1/4 ടീസ്പൂൺ വെച്ചെടുക്കുക. ഒരു 2 ടീസ്പൂണ് ഉള്ളിയും കൂടി, വെല്ലുള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. പിന്നെ ഒരു കപ്പ് തൈര് എടുക്കുക. അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. അതിനുശേഷം റെഡിമെയ്ഡ് പൂരി നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നന്നായി ചൂടായി തിളച്ചിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ പൊന്തി വരും. ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മുരിച്ച് നന്നായി പൊന്തി വരുന്ന നേരം ഒന്ന് എടുക്കണം. ഇതുപോലെ ഇട്ട് വെക്കുക. ഇതേപോലെ ഒരു പാകമാകുമ്പോൾ നമുക്കത് അടുപ്പത്തു നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിങ്സ് നോക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെല്ലുള്ളി, അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ സ്വീറ്റ് ചട്നി, നമ്മൾ ദഹി അതായത് തൈരിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ചട്നി, നമ്മളെ പൊട്ടറ്റോ മിക്സ്, അതുപോലെ ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, കുറച്ച് മല്ലിച്ചപ്പ്. ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ നല്ല ഒരു തണുപ്പിച്ചെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൂരിയിൽ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ പൊട്ടറ്റോ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രീൻ ചട്നി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സ്വീറ്റ് ചട്നി എല്ലാ പൂരിയിലും ഇതേപോലെ തന്നെ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ പൂരി ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് മേലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും മേലെ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ദഹി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദഹി നല്ല ക്രീമി ആയിട്ട്, അതുപോലെ കട്ടിയായിട്ടും അതുപോലെ തണുത്തിട്ടുണ്ടാവണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. മധുരം ഉണ്ടാവണം, മധുരം മുന്നിൽ നിൽക്കണം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സേവിൻ്റെ മിക്സറാണ് നല്ലത്. സേവ് മിക്സർ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സർ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലും കൂടി അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ദഹിപൂരി ഇവിടെ റെഡിയായി. ഇത് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.